കുഞ്ഞുണ്ണിയുടെ ശവം പൊങ്ങിയിട്ടില്ല ഇതുവരെ. സൂര്യയുടെ കണക്കാണ് നമ്മൾ തീർത്തത്. ഇനിയും നടക്കണ ഒരു നരബലി കൂടെ. അത് സാവിത്രിക്ക് നമ്മൾ കൊടുക്കുന്ന നൈവേദ്യമായിരിക്കും. മതിയച്ച, ഇവിടെ നിർത്താം. എന്താ ഏട്ടന് ഭയം തോന്നുന്നു? അതെ, സൂര്യനെ പോലെ തേജോമയനായ ഒരു ഏട്ടനുണ്ടവന്. കുഞ്ഞുണ്ണി അല്ല മാധവൻ. അറിഞ്ഞു തൊട്ടാലും അറിയാതെ തൊട്ടാലും പൊള്ളും. ദ്രോണരാ. ആ, അവനും വരട്ടെ. ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല ആ ദ്രോണാചാര്യരെ. കണ്ണു തുറന്ന് കാണു സാറേ. സാവിത്രിയെ വെല്ലുവിളിച്ച് നെല്ലൂർ മനയിലേക്ക് കാലെടുത്തു വെച്ച പട്ടാഴിയിലെ താന്തവന്നിക്ക് കിട്ടിയ ശിക്ഷ കണ്ടോ? ദേവി സാവിത്രി, ചെമ്പ്രയിലെ മക്കളെ കാത്തു രക്ഷിക്കണേ. നാൾക്കുനാൾ ശക്തിപ്പെട്ട് വരികയാണോ മണിയങ്കോട്ടെ സാവിത്രി? മണിയങ്കോട്ട ഉണ്ണികളോട് കളിച്ചാ കളിക്കുന്നവന്റെ ഗതി ഇതാ. ഒരെണ്ണപ്പാത്തിക്ക് പകരം ഒരു പട്ടട. ഇതോടെ പട്ടാഴിയുടെ നടക്കല്ല് പറയണം. എന്നാ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് എടുക്കട്ടെ. അല്ലെങ്കിലും ശവത്തെ എടുത്തോണ്ട് പോകാനേ പറ്റുള്ളൂ. സാറേ, ഞങ്ങൾ ഇത് ചുമന്ന് വണ്ടിയിലാക്കി തരാം. സൂര്യശോഭയിൽ തെളിയുന്ന ദ്രോണ, നക്ഷത്ര കോടികൾ കഥിപനാം ദ്രോണ, ഉദയത്തിലോങ്കാര ശംഖമാം ദ്രോണ, ശരമാരിയാൽ ശിവനെ അർച്ചിച്ച ദ്രോണ. സൂര്യശോഭയിൽ തെളിയുന്ന ദ്രോണ, നക്ഷത്ര കോടികൾ കഥിപനാം ദ്രോണ, മാധവൻ, പട്ടാഴി മാധവൻ. ശരമാരിയാൽ ശിവനെ അർച്ചിച്ച ദ്രോണ. മാധവേട്ട, നമ്മുടെ കുഞ്ഞുണ്ണി പുഴയിൽ വീണ്ടും മിണ്ടരുത്. അതവിടെ ഇറക്കി വെക്കുക. മൃതശരീരമാണെങ്കിലും അതിനുണ്ടൊരു മാന്യത. നിന്റെയൊക്കെ കൈ തൊട്ടത് അശുദ്ധമാക്കിയാൽ അവൻ സഹിക്കില്ല, പൊറുക്കില്ല. അവനോട് വെക്കുതാഴെ. അനന്ത, നിക്ക, ഇത് എന്റെ ഡ്യൂട്ടിയാ. നിന്റെ ഡ്യൂട്ടി ചെമ്പ്രയിലെ ദുർമരണങ്ങളുടെ കണക്കെടുക്കുക. അതെന്റെ ശിഷ്യന്മാരാണ്. ഈ ഡ്യൂട്ടി അവര് ചെയ്തോളും. മാറ. അല്ല, മാധവേട്ട, സത്യമായിട്ടും കുഞ്ഞുണ്ണിയെ കൊന്നത് സാവിത്രിയ. വിശ്വസിക്കുക, മറിച്ചൊന്നും ഞങ്ങളോട് തോന്നരുത്. നിർത്ത. മാധവേട്ട, അലാരിപ്പിൽ തുടങ്ങി തില്ലാനയിലും അവസാനിപ്പിക്കാത്ത ആളെ വിട്ടിയാക്കുന്ന നിന്റെ ഈ നാട്യമുണ്ടല്ലോ, അത് മാധവന്റെ അടുത്ത് ആടണ്ട. എന്റെ കുട്ടിയുടെ ദേഹത്ത് ആരുടെയെങ്കിലും ഒരു കൈവിരൽ പാട് പതിഞ്ഞുവെന്ന് ഞാൻ കണ്ടാൽ ആ നിമിഷം ഞാൻ തിരിച്ചു വരും ഈ അസുര ഗ്രാമത്തിലേക്ക്. അത് പുറപ്പെടാശാന്തി മാധവനായിട്ടായിരിക്കില്ല, കാലഭൈരവന്റെ അനുഗ്രഹമുള്ള മാധവനായിട്ടായിരിക്കും. അന്ന് നീയൊക്കെ പശ്ചാത്തപിക്കും, ഈ ഭൂമിയിൽ ജനിച്ചതിന്റെയും ജനിപ്പിച്ചതിന്റെയും പേരിൽ. കാത്തിരുന്നോ എന്റെ വരവ്. വിടില്ല ഒന്നിനെയും ഞാൻ.
എന്ത് പറ്റി? എവിടെ പോയടാ നിന്റെ ചങ്കൂറ്റം? ഇനി മണിയങ്കോട്ട് വീരൻ ആരാണെന്ന് ചോദിച്ചാല് അച്ഛൻ മാത്രമല്ല ചെമ്പറ മുഴുവൻ പറയും എന്റെ ഗിരീശനാണെന്ന്. ആ നിനക്ക് രക്തം കണ്ട പനിക്ക്. ഓ അച്ഛാ, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കുക. ഞാനല്ല കുഞ്ഞുണ്ണിയെ കുളത്തിലേക്ക് ചവിട്ടി വീഴ്ത്തിയത്. പിന്നെ എനിക്ക് സാധിച്ചില്ല. മണിയങ്കോട്ട് സാവിത്രിക്ക് ഇരയാകാനായിരുന്നു അവന്റെ വിധി. സാവിത്രി? അതെ, കുഞ്ഞുണ്ണി കുളം കാണാൻ പോയപ്പോ ഞാൻ അവിടെ ഒറ്റയ്ക്കായി. അപ്പോ ഞാൻ കേട്ടു മുത്തുപൊഴിയുന്ന പൊട്ടിച്ചിരി, താനേയാടുന്ന ആട്ടുകട്ടിൽ പാലപ്പൂവിന്റെ മണം, ഇടനാഴിയിൽ എവിടെയോ ചെമ്പട്ടണിഞ്ഞൊരു സ്ത്രീരൂപം. കാര്യമറിയുന്ന കവടികൾ എന്താണാവോ പറയുന്നേ? മരിച്ച കുഞ്ഞുണ്ണി ജീവിച്ചിരുന്ന കുഞ്ഞുണ്ണിയേക്കാൾ അപകടകാരിയാണ്. ചതിച്ചോ എന്റെ ദേവി? കുഞ്ഞുണ്ണി നെല്ലൂർ മനയിലുണ്ട്. ഇത് തന്നെയാ ഞാൻ പറഞ്ഞത്. നെല്ലൂർ മന പൊളിച്ചു കളയുക. ഭൂമിക്ക് മുകളിൽ ഇനി ആ നരകം വേണ്ടെന്നേ. ഭൂമി മാത്രമായിട്ട് വാങ്ങാൻ ആളുകളുണ്ട്. ഇയാളാണോ ഭൂമി വാങ്ങാൻ വന്ന വ്യാപാരി? ആ അതെ അച്ഛാ, ഇതാ രാജീവൻ. പാതയ്ക്കരയില്ലത്തെയാ. ഇപ്പൊ ഇതാ ബിസിനസ്. നമ്മുടെ ഗൗരിക്ക് കൊള്ളാം. ഗജകേസരി യോഗ ഉണ്ട്. നമ്മുടെ ഗൗരിക്ക് ചേരും. അച്ഛാ, ഈ നെല്ലൂർ മന നിൽക്കുന്ന സ്ഥലം മാത്രം മതി രാജീവന്. മന വേണ്ട. കരിമരുന്ന് കൊണ്ട് വീട് പൊളിക്കണ ഒരു പാർട്ടി ഉണ്ട് കവളപ്പാറയില്. വിളിക്കണോ? സാവിത്രി വെള്ളിവാളിൽ ആവാഹിച്ച് ഇവിടുത്തെ മച്ചിൽ കുടിയിരുത്തണം. എന്നിട്ട് മതി കമ്പക്കെട്ട്. മനസ്സിലായോ? ശരി അച്ഛാ. അയമോധന കാമധുഹോസ്തു അനന്ത അക്ഷീയമാണ സുരഭി സർവകാമീ സത്വോപതിഷ്ഠതു അജര നിത്യപൂത സുധാംധുഹാന അമൃതാഗ്നസ്തർപ്പയന്തു കുഞ്ഞുണ്ണി ശർമ്മണ ഉപതിഷ്ഠതു. ഇല്ല, കർമ്മ ഒക്കണില്ല. കുഞ്ഞിനെ സ്വീകരിക്കുന്നില്ല. കണ്ടില്ലേ പവിത്രം അഴിഞ്ഞു വീണത്? പൂണൂല് വലത്തോട്ടിടാനും മണതിരിക്കണോ? ഒക്കെ കാണുന്നത് ദുർനിമിത്തങ്ങളാണ്. ഈശ്വര കാത്തോണേ. കണ്ടു നിൽക്കാൻ പറ്റണില്ല. ചെയ്യുന്ന കർമ്മങ്ങളും ചൊല്ലുന്ന മന്ത്രങ്ങളും കുട്ടനെ പിഴയ്ക്കണു. ചോറൂട്ടിയ കൈകൊണ്ട് തന്നെ ഇപ്പോ ഇതൊക്കെ കാണാൻ എന്ത് പാപമാണ് ഞാൻ ചെയ്തത്? പ്രതികാരം ചെയ്യിച്ചിട്ടേ കുഞ്ഞുണ്ണി ഈ ഭൂമുഖത്തുനിന്ന് പോവും. മണിയങ്കോട്ട് സാവിത്രി ഇനി അനുഭവിക്കാൻ പോണേ. നോക്കിക്കോ. ഒരു പട്ടാഴി മാധവൻ. കെട്ടോളെ, നീ പഠിച്ചോ പഠിപ്പിച്ചൊക്കെ ഇന്നത്തോടെ മതി. എന്നെ ഒന്ന് വിട്, ഞാൻ വരുന്നില്ല. എനിക്ക് കല്യാണം വേണ്ട. ഞങ്ങൾ അറിയാതെ എന്ന് മുതലാ നിനക്ക് ഈ മാധവൻ ഉണ്ടായത്? നിന്റെ ഒരു ആരാധനാമൂർത്തി. അച്ഛാ, ഞാൻ മിണ്ടരുത്. നീ ഏത് നമ്പൂരിയുടെ ഭാര്യയാകണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടാകും. അതല്ലാതെ ഏത് കാമദേവൻ വന്ന് എന്റെ കാൽ കീഴി കിഴിവെച്ച് സാഷ്ടാംഗം പ്രണമിച്ചാലും വിട്ടുകൊടുക്കില്ല കുത്തൻ. കേറ്. ഈ ടീച്ചറിനെ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞേക്ക്. തടയാൻ ധൈര്യം ഉണ്ടെങ്കിൽ വരാൻ പറ. പട്ടാഴി മാധവനോട്. ഹലോ സാർ. ഇയാളാണോ മാധവൻ? അല്ലച്ചാ, ഇത് കുഞ്ഞുണ്ണിയാ. ഇത് ടീച്ചർ സൂക്ഷിച്ചു വെച്ചിരുന്നതല്ലേ? പട്ടാഴിയിലേക്ക് വരാൻ ഇനിയും ടീച്ചർക്ക് മനസ്സുണ്ടെങ്കിൽ ഇപ്പൊ ഇതിനകത്ത് നിറങ്ങണം. ധൈര്യമായിട്ട് വന്നു കയറ്.
കുഞ്ഞുണ്ണി കൊണ്ടുപോകേണ്ടി ടീച്ചറെ, ഒരുത്തനും നമ്മളെ തടയില്ല. വാ. നീ ഇവിടെ കൊണ്ടുപോകുന്നൊന്ന് കാണട്ടെ. ഈ കൂത്ത് നിന്റെ അമ്മയുടെ കൂത്തമ്പലത്തിൽ വെച്ചാ മതിടാ മണിയൻകൊട്ട പോത്തെ. അവനവന്റെ പ്രായത്തിനും ആരോഗ്യത്തിനും ചേരുന്ന അലർച്ച മതി. ഇനി അലറിയാൽ മൂത്ത് നരച്ചെന്നൊന്നും ഞാൻ നോക്കൂല. അടിച്ച് മടക്കി പോത്തുണ്ടി ഡാമിലെറിയും. വാസോ, അടിച്ച് കൊല്ലടാ രണ്ടരയും. എന്താടാ? ജനിപ്പിച്ച തന്തയെ മോള് തള്ളി പറയണമെങ്കിൽ ഒന്നുകിൽ അച്ഛൻ അച്ഛനല്ലാതാവണം, അല്ലെങ്കിൽ മോൾ അത്രയ്ക്ക് ദുഷ്ടയാവും. ഇതിലേതാണെന്നുള്ളത് തെക്കോട്ട് തലവെക്കുന്നതിന് മുമ്പ് കാരണം ഒരു ആലോചിച്ച് തീരുമാനിക്കും. രുദ്രാക്ഷം കഴുത്തിലല്ല, മനസ്സിലാണ് വേണ്ടത്. കേട്ടോ മോണിയൻകോട്ട് രാവണ. ഒന്നുകിൽ ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. രണ്ടായാലും എനിക്ക് വിരോധമില്ല. അയ്യോ, അതാരാ കുഞ്ഞുണ്ണിയുടെ കൂടെ? ഓ മനസ്സിലാവണില്ല. അതാണ് ആ തേമ. ചെന്ന് വേഗം പെർഫോമൻസ് തുടങ്ങിക്കോ. ആരാണാവോ? അമ്മേ, ഹായ്, എന്താ കുട്ടി ഏതാ? അമ്മ എന്നെ ശപിക്കരുത്. പാർവതി, ഈ കുട്ടി ഏതാ? എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഈ കാണാലോ, അമ്മയ്ക്കും ചിറ്റശിക്കും ഇനി കണ്ണ് നിറയെ കാണാം. ഇത് മിത്ര നമ്പൂതിരി, നമ്മുടെ ഇവിടുത്തെ സംസ്കൃത കോളേജിലെ ടീച്ചറാ. പഠിച്ചത് ഇവിടെ തന്നെ. ആദ്യമേടെ അനുഗ്രഹം വാങ്ങിക്കാൻ വന്നതായിരിക്കും. നന്നായി വരൂ കേട്ടോ. ഏതാ ഇല്ലം? അത് മണിയാമ്പള്ളി. മണിയാമ്പള്ളി മണിയാമ്പള്ളി കേട്ടിട്ടില്ലേ? മണിയാമ്പള്ളി ഇല്ലം കേട്ടിട്ടില്ലേ? മണിയാമ്പള്ളി ഇല്ല. ഇപ്പൊ കേട്ടല്ലോ. ഇനി മനസ്സ് തുറന്നങ്ങോട്ട് അനുഗ്രഹിക്കുക. എന്നിട്ട് അമ്മയുടെ അരയിലിരിക്കുന്ന ആ താക്കോൽക്കൂട്ട് എടുത്ത് ടീച്ചറെ ഏൽപ്പിക്കുക. ഈ നിൽക്കുന്നതേ അമ്മയുടെ പുത്രവധുവാ. എന്താ? ബോംബ് പൊട്ടി. ഇനി മുതൽ ടീച്ചറാ ഇവിടുത്തെ ആത്തേമ്മ. ശിവ ശിവ, എന്തായി കാണുന്നത്? എടാ, എന്ത് തോന്നിയാസം കേട്ടാന്നായോ നിനക്ക്? കിരാവൻ ഇല്ലത്തിന്റെ അന്തസ് കെടുത്തിയില്ലോ നീ. ഞാൻ കിരാതനും കാട്ടാളിനും ഒക്കെയാ സമ്മതിച്ചു. പക്ഷേ ഇത് എന്റെ വധുവല്ല. പിന്നെ ഇത് അമ്മയുടെ മൂത്ത മകന്റെ വേളിയാ. പ്രൊഫസർ പട്ടാഴി മാധവൻ നമ്പൂതിരിയുടെ സഹധർമ്മിണി. എന്താ ആർക്കൊന്നും മനസ്സിലായില്ലേ? ശിവ ശിവ ചോദിച്ചു നോക്കൂ. ഇവൻ പറയണതൊക്കെ നേരാ? അതെ. മാധവ, മാധവ കേശവ. വൈകിപ്പോയി. ഇനി വിചാരണ വിളിച്ചോദ്യമൊന്നും വേണ്ട. വേണം. അവന്റെ മനസ്സറിയണോ എനിക്ക്? അറിഞ്ഞു. ദുരഭിമാനം വാതുറക്കില്ല, പക്ഷെ വാത്സല്യം മനസ്സ് തുറക്കും. കുഞ്ഞുണ്ണിക്ക് അത് കേൾക്കാം. അതേ കുഞ്ഞുണ്ണി കേൾക്കൂ. ഈശ്വര, പാർവതി ഒന്ന് കിടക്കണം. അയ്യോ, അയ്യോ, ആത്തേമ്മ. ഉത്തരം മുട്ടുമ്പോ അമ്മയ്ക്ക് സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരു ബോധക്ഷയാ. അതിന് മരുന്നില്ല. ടീച്ചർ മുകളിലേക്ക് വെക്കുള്ളൂ. പാണിഗ്രഹണ മന്ത്രം ചൊല്ലി ഒരാൾ മാളികപ്പുറത്ത് കാത്തിരിപ്പുണ്ട്. കുറച്ച് ദിവസമായി. പിന്നെ ഈ സ്നേഹം എന്ന് പറയുന്നത് ഒരു അനുഭൂതിയാ, തരുന്നയാൾക്കും കിട്ടുന്നയാൾക്കും. അല്ലാതെ മനസ്സിന്റെ ഉള്ളറകളിൽ ബീജാക്ഷര മന്ത്രം പോലെ രഹസ്യമായിട്ട് സൂക്ഷിക്കാനുള്ളതല്ല. അനുജന്റെ ഉപദേശം ഞാനിക്കിഷ്ടാവില്ല. അതുകൊണ്ട് ടീച്ചറുടെ തലയുടെ മന്ത്രത്തിൽ ഇതോടെ ചേർത്തൊന്ന് ഓതി കൊടുത്തു നോക്ക്. ചിലപ്പോ ഗുണുണ്ടാവും. കണ്ടുവല്ലേ, അഗ്നിയാകാനും ഹിമമാകാനും നിമിഷാർത്ഥം പോലും വേണ്ടാത്ത എന്റെ ഉണ്ണിയെ. പട്ടാഴിയിലൊരു സ്നേഹപ്പാലാഴിയുണ്ടെന്ന് പറഞ്ഞപ്പോ താൻ വിചാരിച്ചു കാണില്ല അതിത്രയും ചൂടുള്ളൊരു ചെങ്കടലായിരിക്കുമെന്ന്. അല്ലേ? മുൻഷുണ്ടി ലേശം കൂടും, അത്രേ ഉള്ളൂ. ഇങ്ങനൊരു അനിയനെ കിട്ടാൻ ഈ ഏട്ടൻ സുഹൃതം ചെയ്യണം. അനിയനോ? ജനനം കൊണ്ട് ഞാൻ മൂത്തതാണെന്നേ ഉള്ളൂ. കർമ്മം കൊണ്ട് അവനാ ഏട്ടൻ. പട്ടാഴിൽ എന്തിനും ഏതിനും കുഞ്ഞുണ്ണിയാ കേമൻ. അതെനിക്കിന്ന് മനസ്സിലായി. ഇത്രയും നാള് വിളിച്ച ദൈവങ്ങളോടല്ല, ഉണ്ണിയോടാ ഞാൻ നന്ദി പറയണ്ട്.
എന്താ ഇത്? ഗുരുവായൂരപ്പന്റെ ശ്രീകോവിലിനുള്ളിൽ വെച്ച് 41 ദിവസം പൂജിച്ചെടുത്ത പട്ടുതാലിയ. ഇനി ഇതിനൊരു അവകാശം ഉണ്ടല്ലോ. എന്താ ഇയാൾ ഉദ്ദേശിക്കണേ? എന്റെ കഴുത്തിൽ ഈ ചരട് കെട്ടിത്തരണം. ഇപ്പോ ഈ നിമിഷം. കൊള്ളാം. കൊട്ടും കുരവയും അഗ്നിസാക്ഷിയും ഇല്ലാതൊരു വേളി നടക്കട്ടെ, അതാവും യോഗം. എന്നാലും 1000 കർഗഹോമങ്ങളുടെ ബലമുണ്ട് എന്റെ ഉണ്ണിയുടെ ആശീർവാദത്തിന്. അത് മതി, എനിക്കത് മതി. ചെമ്പറയിലേക്ക് പോവാൻ തന്നെ തീരുമാനിച്ചോ? ഈ യാത്ര ഞാനായിട്ടല്ല, ഈശ്വരൻ നിശ്ചയിച്ചതാണ്. മാധവൻ പോയിരിക്കും. പടനിലത്തിന്റെ എതിർവശത്ത് നിന്റെ അച്ഛനും സഹോദരങ്ങളുമാണ്. നിനക്ക് കരയാം. ചെമ്പ്ര ഇനി ശ്മശാന ഭൂമിയാകാൻ അധികം കാലമില്ല. ഒരു താത്രിക്കും രക്ഷിക്കാൻ കഴിയില്ല ചെമ്പ്രയെ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടി. കുളത്തിൽ കിടന്ന് ശ്വാസം മുട്ടി മരിച്ചെന്നാണ് റിപ്പോർട്ട്. നെല്ലൂർ മന വിൽക്കാനൊരു നീക്കമുണ്ടെന്നറിഞ്ഞു. മന പൊളിച്ചു മാറ്റാനേ പ്ലാൻ. ഒരു ഗ്രഹം ഭൂമിക്ക് മുകളിൽ നിൽക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് മനുഷ്യനല്ല. അതിന്റെ കണക്കും ഈശ്വരന്റെ കയ്യിലാണ്.